പെട്ടെന്ന് യുവാൻ എന്ന് പറഞ്ഞ് വിളിക്കുമ്പം അവൻ എന്തോന്ന് പറഞ്ഞ് ചോദിക്കും. അതോടെ അവള് ഷോക്കായി. അവൾക്ക് കൺഫേം ആവും സത്യത്തിൽ ഇവൻ യുവാനാണെന്ന്. അപ്പോഴാണ് അവനും ഇനിയിപ്പോൾ ഇവളോട് സത്യം മറിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവന് മാസ്ക് ഊരി ഇവന്റെ ഫേസ് കാണിക്കും. അതിനുശേഷം അവൻ ഈ സത്യം പുറത്ത് ആരോടും പറയാതെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് അവളാണ് സത്യത്തിൽ യുവാനായിരുന്നു എന്റെ പ്രിൻസിലോ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ സ്തംഭിച്ചോയിരിക്കും. അങ്ങനെ അതുകൊണ്ട് പുറത്തേക്ക് ചെന്ന് ഒരു സെക്കൻഡ് നല്ലോണം സന്തോഷിച്ചിട്ട് ഇവന്റെ അടുത്തേക്ക് വീണ്ടും സംസാരിക്കുമ്പം അവളും ഇവന്റെ സീക്രട്ട് പുറത്ത് ആരോടും പറയത്തില്ലെന്ന് വാക്ക് കൊടുക്കും. അപ്പോഴാണ് അവനതിന് താങ്ക്സ് പറഞ്ഞിട്ട് ഇവൻ അങ്ങനെ എല്ലാവരും അറിയപ്പെടുന്ന അത്രയ്ക്ക് ഇഷ്ടമല്ലെന്ന് പറയും. കൂടാതെ ഇവളൊരു ഫാൻ ആയതുകൊണ്ട് ഇപ്പൊ ഇവന്റെ ഫേസ് കണ്ടപ്പോൾ ഇവൾക്ക് ഇരിക്കുന്ന ഹൈപ്പൊക്കെ കുറഞ്ഞെന്ന് ചോദിക്കുമ്പം അവൾ നിന്റെ ഫേസ് കണ്ടപ്പോഴാ എന്റെ ഹൈപ്പ് കൂടിയെന്ന് പറഞ്ഞ് ഇവനെ കാണാൻ ഒത്തിരി ഹാൻസം എന്ന് പറയും. അതുകൊണ്ട് അവന് സന്തോഷത്തിൽ ഇവളെ തന്നെ നോക്കുമ്പം അവൾ ഇവന്റെ അടുത്ത് സംസാരിക്കാൻ നെർവസ് ആയി. നീ സാധാരണ കുറച്ച് റൂഡായിട്ടുള്ള ക്യാരക്ടറാ, പക്ഷെ പ്രിൻസിലോ എന്ന് പറഞ്ഞപ്പോൾ നീ പാവപ്പെട്ടെന്ന് മനസ്സിലായെന്ന് പറഞ്ഞ് ഇവനോട് എന്തോ പറയാന്നറിയാതെ കുറെ നാണിച്ചു വരാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും മതി ചിരി വരുന്നത്. അതിനുശേഷം അവൾ സോറി പറഞ്ഞിട്ട് പുറത്ത് ഇവന് സെക്യൂരിറ്റിക്ക് നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ഇവിടെ അവൾ ഏത് ഡ്രിങ്ക്സിനകത്ത ആ സോസ് മിക്സ് ആയെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പം അവിടേക്ക് വരുന്ന യാൻഷ്യം കാണാൻ ഇവളുടെ ഫേസ് കാണും. അതിനുശേഷം അവനും അപ്പൊ ഇത് കാരണമല്ലേ എനിക്ക് ഡ്രിങ്ക്സ് തരാൻ വന്ന പെങ്കൊച്ച് ഇത്രയും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയെന്ന് പറഞ്ഞ് അവന് കാര്യം പിടികിട്ടും. കൂടാതെ ഇവൾക്ക് പൈസയുടെ അത്രയ്ക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവളും പൈസയുടെ ആവശ്യം നീ കാരണം എന്ന് പറഞ്ഞ് അവനോട് ചൂടാവും. അപ്പോഴാണ് അവനും ഞാൻ കാരണം എന്തുവാന്ന് പറഞ്ഞ് അവളോട് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പം അങ്ങ് ദൂരെ ഇരുന്ന ഒരുത്തനും ഇവളുടെ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് ആരാടാ ഡ്രിങ്ക്സിനകത്ത് സോസ് ഒഴിച്ചെന്ന് അവളെ നിലവിളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ടിട്ട് അവനും ദൈവം ഇത് എനിക്കുള്ള പണിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവളെ തുറച്ചു വെക്കും. എന്നിട്ട് ഇവിടെ കോസ്പ്ലേ ക്ലബിന്റെ പാർട്ടി നടക്കുമ്പോഴാണ് അവിടേക്ക് കോസ്റ്റ്യൂം ഇട്ടോണ്ടിരുന്ന യുവാനെ കണ്ട് എല്ലാരും കൂടെ പ്രിൻസിലോ എന്ന് പറഞ്ഞ് അവിടുന്ന് കോയി വിളിച്ചോണ്ടിരിക്കും. അതേസമയം ഇവിടെ അവളും എന്തായാലും യുവാനാന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവള് കുറച്ചും കൂടെ നല്ലോണം സന്തോഷത്തിരിക്കും. അങ്ങനെ അവസാനം പാർട്ടിയിലാൻ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകുമ്പോൾ യാൻഷിങ് പുറകെ വന്ന് ഇവനോട് എന്തിനാ ദേഷ്യം എന്ന് പറഞ്ഞ് ചോദിക്കാൻ വേണ്ടി വരും. പക്ഷെ അവള് നീ കാരണം പ്രോജക്റ്റ് മൊത്തത്തിൽ ഫ്ലോപ്പ് ആയി പോയെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. കൂടാതെ ഇവളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് ഇവളുടെ ജോലിയും തെറിച്ച് കാണും. അങ്ങനെ ആ ദേഷ്യത്തില് ഇവനോട് സംസാരിക്കാതെ അവൾ അവിടെ നിന്ന് പോന്നെ. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ക്ലാസ് വെച്ച് ഇവളറിയാതെ അവന്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോഴാണ് സ്ഥലം മാറി നൈസിനെ പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇത് കണ്ട് സാറും ക്ലാസ് തുടങ്ങാൻ പോകാന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ ഇരിക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം ക്ലാസിന്റെ ഇടയ്ക്ക് വെച്ച് ഇവരോട് സാറും പറയും ഇവർക്ക് ഒരു എക്സ്ട്രാ സി ഗ്രേഡ് കിട്ടാൻ വേണ്ടി ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോവാ. അങ്ങനെ ആരാണോ കിടിലായിട്ട് ഒരു ചെറിയ മാത്സ് ബുക്ക് എഴുതിക്കൊണ്ടിരുന്നത് അതിൽ ഒരാളെ സെലക്ട് ചെയ്ത് അവർക്ക് സി ഗ്രേഡ് കൂട്ടിത്തരും പറയും. അങ്ങനെ ഇതൊക്കെ അവളാണ് സന്തോഷത്തി. എങ്കിൽ പിന്നെ പ്രോജക്റ്റ് പോയി ആ സി മാർക്ക് ഇതിൽ പിടിക്കാന്ന് പറഞ്ഞ് അവൾ ഹാപ്പി ആയിട്ട് പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ടോങ്ങിനെ കണ്ടിട്ട് ഇവൾ ഒപ്പിച്ചെന്ന ജോലി നഷ്ടപ്പെടുത്തതിന് സോറി പറയുമ്പം ടോങ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് വേറൊരു ജോലി ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അവളാണെ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൾക്കിപ്പോൾ സ്കോളർഷിപ്പ് കിട്ടാനുള്ള വഴി കണ്ടെത്തിന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പം അവിടേക്ക് നടന്നു വന്ന യാൻഷങ്ങും ചുമ്മാ സ്വപ്നം കാണാതെ പോകുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. കാരണം അതിൽ കിട്ടാൻ ഒത്തിരി പാടാന്ന് ഇവൻ അറിയാം. അതുകൊണ്ട് അടുത്ത സെക്കൻഡ് തന്നെ ഇവൾ ആ ബുക്ക് റെഡിയാക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് ലഞ്ച് സമയത്ത് ഇവളെ കണ്ട് ലിങ്ങും ഷിയും കൂടെ സംസാരിക്കാൻ വരുമ്പം അവളുടെ കൂട്ടുകാരിയാണ് അവളൊരു ബുക്ക് റെഡിയാക്കുന്നുണ്ട് അവളെ ശല്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് അവളുടെ സ്കോളർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ ഇവരോട് ഷെയർ ചെയ്യും. അപ്പോഴാണ് ലിങ്ങും ഇവളെ കഷ്ടപ്പെടുന്ന ആലോചിച്ചിട്ട് ഇവളെ സഹായിക്കാൻ ഞാനൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞ് അവൻ അപ്പം തന്നെ യാൻഷങ്ങിന്റെ പുറകെ ചെല്ലും. എന്നിട്ട് അവനും കുറച്ച് നമ്പർ ഇറക്കും. നമ്മൾ സ്വിമ്മിംഗ് ക്ലബ്ബിൽ ഉണ്ടായിരുന്ന സിയാനി കോളേജിൽ നിന്ന് നിർത്തി പോകുന്നുണ്ട് അവൾക്കൊരു ഫെയർവെൽ പാർട്ടി കൊടുക്കണമെന്ന്. അപ്പോഴാണ് ഇത് കേൾക്കുന്ന യാൻഷങ്ങും അവൾ എന്തിനാ നിർത്തി പോകുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇവനും അവൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് സ്കോളർഷിപ്പ് വഴിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. പക്ഷെ പ്രോജക്റ്റ് അവളുടെ ഗ്രേഡ് പോയതോടനെ അവൾക്കിനി ആ ബുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സി ഗ്രേഡ് ഓരോ വഴികളെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവനെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം യാൻഷങ്ങും ഇതിനും പ്രാവശ്യം അവൻ ആ കോമ്പറ്റീഷന് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലിങ്ക് പറഞ്ഞുകൊണ്ട് ഇവൻ അവളെ സഹായിക്കാൻ തീരുമാനം എടുക്കും. അതുകൊണ്ട് അവൻ അപ്പം തന്നെ ലൈബ്രറിയിൽ ചെന്ന് ഇവന്റെ കുറച്ച് നോട്ട്സ് ഒക്കെ കൊടുത്തിട്ട് ഇവൻ എഴുതി വെച്ച ടോപ്പിക്കൊക്കെ യൂസ് ചെയ്ത് ഇവളെ ബുക്ക് റെഡിയാക്കുവാണ് ഇവൾക്ക് അത് കിട്ടുമെന്ന് പറയും. അതുകൊണ്ട് അവൾ സന്തോഷത്തിൽ അതൊക്കെ വായിക്കാൻ നോക്കുമ്പം അവനെ തിരിച്ചു വാങ്ങിച്ചിട്ട് എന്നും വൈകിട്ട് 5 മണിക്ക് കോഫി ഷോപ്പിൽ വന്ന് ഇവന്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയും. എന്നാലേ ഇവൾക്ക് എളുപ്പത്തിൽ ആ ബുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പം ഇവൾ എന്തിനാ നീ ഇപ്പം എന്നെ സഹായിക്കുന്നതെന്ന് പറഞ്ഞ് കുറച്ച് ഷോക്കായി ചോദിക്കും. അപ്പോഴാണ് അവനും എന്തായാലും ഞാൻ കാരണമല്ല പ്രോജക്റ്റ് മാർക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് ഇവളോട് തെറ്റുണ്ടെന്ന് മെസ്സേജ് അയച്ചതിന് ശേഷം അവൻ ഒന്നും കൂടെ ആ പ്രോജക്റ്റ് നോക്കേണ്ടായിരുന്നു എന്ന് പറയും. അപ്പോഴാണ് അവളും എനിക്ക് ഏത് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞ് അവൾ ചോദിക്കുമ്പം അവൻ ആ തെറ്റുള്ളതൊക്കെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവളോട് ചാറ്റ് എടുത്ത് കാണിക്കുമ്പം അവൾ ആ ചാറ്റിന്റെ ഷോക്കായിട്ട് എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടില്ലെന്ന് അവളുടെ ഫോൺ എടുത്ത് കാണിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ആ മെസ്സേജ് അവിടെ പോയി ഒരു പിടിയും കിട്ടത്തില്ല.
എന്നാൽ സിയാൻ അതൊന്നും കണക്കിലെടുക്കാതെ എന്തായാലും എന്നെ സഹായിക്കുന്ന താങ്ക്സ് എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞേക്കും. അതിനെ ഷീക്കാര് ലിങ്ക് അറിഞ്ഞിട്ട് അവന് നമ്മുടെ പ്ലാൻ സക്സസ് ആയെന്ന് പറഞ്ഞ് ഷീക്ക് മെസ്സേജ് ഇടുമ്പം അതേസമയം ഇവന്റെ അടുത്ത് ടോങ്ങും കാണും. അപ്പോഴാണ് അവൾ ആ സൗണ്ട് കേട്ടിട്ട് നിങ്ങളുടെ എന്ത് പ്ലാനാ സക്സസ് ആയെന്ന് പറഞ്ഞ് അവൾ ചോദിക്കുമ്പം ഇവനും ലിങ്ക് ഒരു പരിപാടി ചെയ്ത് യാൻഷെങ്ങനെ സിയാനെ സഹായിക്കുന്ന ഒരു കാര്യം ചെയ്യിപ്പിച്ചെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവള് കുറച്ച് അപ്സെറ്റ് ആകുമ്പം ഇവന് മനസ്സിലാവും ഇവൾക്കും അവനോടൊരു ക്രഷ് ഉണ്ടെന്ന്. അതുകൊണ്ട് അവനും കുറച്ച് സങ്കടത്തിരിക്കും. അതിനേശം അന്ന് വൈകിട്ട് തൊട്ട് യാൻഷങ് അവളെ എടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ സമയം അവളുടെ കൂട്ടുകാരിയും അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചോണ്ട് അവളുടെ പ്രിൻസിലൂടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന യുവാനും ഈ സീറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് അവൻ ഈ ഫോട്ടോയിലുള്ള ആരാൻ ചോദിക്കും. അപ്പോഴാണ് അവൾ ഇവനെ കാണാതെ ഇതെന്റെ പ്രിൻസിലുവാ കാണാൻ ഹാൻസം എന്ന് പറഞ്ഞ് അവൾ വായി നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇവനാന്ന് അറിഞ്ഞ ഉടനെ അവൾ മൊത്തം നാണിച്ചിരിക്കും. അതിനേശം അവനും ചിരിച്ചോണ്ട് അടുത്തേക്ക് വന്നിരുന്ന് അവന് ഫുഡ് ഓർഡർ ചെയ്യുമ്പം അതേസമയം ഇവളുടെ 2 നൂഡിൽസ് വന്നിരിക്കും. അപ്പോഴാണ് അവളും സാധാരണ എനിക്ക് വിശപ്പൊന്നുമില്ല, പക്ഷെ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ 2 ഓർഡർ ചെയ്തു, അത്രേ ഉള്ളൂ. എന്നിന് അവൾ ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുമ്പം ഇവൾക്ക് കൊണ്ടുപോകുള്ള 2 പാർസലും കൂടെ വരും. അതോടെ അവളാണ് എന്റെ കൂട്ടുകാരിക്കാൻ പറഞ്ഞിട്ട് അവൾ ചുമ്മാ ചിരിച്ചോണ്ടിരിക്കും. അതിനെ ഇവളിങ്ങനെ കാണിക്കുന്നത് കണ്ട് അവനും കുറച്ച് സ്മൈൽ ചെയ്തോണ്ട് ഇവളോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം അവളും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം എനിക്ക് അർജന്റായിട്ട് ഒരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകും. അതിനേശം അവള് നാണക്കേട് സഹിക്കാൻ പറ്റാതെ അവന്റെ ഫ്രണ്ട് 2 നൂഡിൽസ് അയച്ച് എന്നെ അവനൊരു തീറ്റയായിട്ട് വിചാരിച്ചാണെന്ന് അവളോട് തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പനാണ് ഇവള് ബില്ലടയ്ക്കാതെ വന്നാണ്ട് തിരിച്ചങ്ങോട്ടേക്ക് പോകാൻ നോക്കുമ്പം യുവാനാണ് അവിടേക്ക് വന്ന് ഇവളുടെ ബില്ല് അവൻ അടച്ചെന്നറിയും. അതിനേശം അവളും ഇവന് താങ്ക്സ് പറയുമ്പം അവൻ ഇവളുടെ ഫോൺ നമ്പർ അയക്കും. അതോടെ അവൾ സന്തോഷപ്പെടുമ്പോഴാണ് അവന് നമ്പർ എന്നാല് ഞാൻ നിനക്ക് വേണ്ടി അടച്ച ബില്ല് തിരിച്ചടയ്ക്കാൻ പറ്റത്തുള്ളെന്ന് അവൻ ആ ചാൻസ് യൂസ് ചെയ്ത് ഇവളുടെ ഫോൺ നമ്പർ അയക്കും. ഇതേ സമയം ഹോസ്റ്റലിൽ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷവും സിയാൻ എങ്ങനെയൊക്കെ ബുക്ക് റെഡിയാക്കണം എന്നറിഞ്ഞ് അവൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് അടുത്ത ദിവസം അവൾ ഉറക്കില്ലാതെ യാൻഷങ് വരുന്നവർ ഉറങ്ങി കിടക്കുമ്പോഴാണ് ഇവൻ അടുത്തേക്ക് സന്തോഷത്തിൽ വന്ന് ഇവളെ കുറച്ച് സമയം നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് തന്നെ അവളെ അടിച്ചുണർത്തിയിട്ട് പഠിക്കാൻ വന്ന കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് അവന് പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങും. അതിനേശം അവൻ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളാണ് ഇവൻ വാങ്ങിച്ചിരുന്ന ഫോൺ എടുത്ത് മുകളിലത്തെ ടെമ്പററി ക്ലാസ് തുറന്നു നോക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇത് കണ്ട് അവനാണ് പേടിച്ചുപോയി അവളത് എടുക്കാതിരിക്കാൻ വേണ്ടി അവന് ടോപ്പിക്ക് മാറ്റിക്കൊണ്ടിരിക്കും. കാരണം ഇവൾക്ക് അവൻ വാങ്ങിച്ചു കൊടുത്തത് ഇപ്പം ഇറങ്ങിയ പുതിയ ഐഫോണാ. പക്ഷെ അത് പഴയതായിട്ട് കാണിക്കാൻ വേണ്ടി അവൻ ടെമ്പററി ഗ്ലാസ് മാത്രം ചുമ്മാ മനഃപൂർവ്വം പൊടിയാക്കി വെച്ചിരുന്ന. പക്ഷെ അവൾ ഇപ്പം അത് കണ്ട ഉടനെ ഇതൊരു പുതിയ ഫോണാന്ന് മനസ്സിലാക്കുമ്പം അവിടേക്ക് വരുന്ന ഷീയും ഇവള് പുതിയ മോഡൽ ഫോൺ തന്നെ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് അവന് സംസാരിച്ചോണ്ട് അവിടെ നിന്ന് പോവും. അതിനേശം അവളും ഇവനിങ്ങനെ പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുത്തോണ്ട് അവൾ ഇതിന്റെ പൈസ കുറച്ച് അടച്ചോളാന്ന് പറയും. അപ്പോഴാണ് അവനും നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ഭാര്യയായിട്ട് ഫീൽ ആയിരിക്കാൻ വേണ്ടി അവനും പറയും. അങ്ങനെ ഇവൻ കാണിക്കുന്ന സ്നേഹത്തിൽ അവൾക്ക് സന്തോഷമുള്ളു. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം എന്ന് കണ്ടുമുട്ടിയാലും അതേസമയം ഇപ്പോഴും ലൈബ്രറി ഹിപ്പാറ്റിയ എന്ന് പറഞ്ഞ് ബുക്ക് വായിക്കുന്ന ഇവരാന്ന് അവർക്ക് പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ അതിനകത്ത് ഒരു പേപ്പർ വെച്ച് ഇങ്ങനെ ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം യാൻഷങ്ങിന് ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് ചോദിച്ചേക്കും. അപ്പോഴാണ് അവൾ അത് വായിച്ചു നോക്കിയിട്ട് അവളുടെ ബുക്ക് ഉണ്ടെന്ന് പറയും. അതിനേശം അവന് സന്തോഷത്തിൽ ആ ബുക്ക് വാങ്ങിക്കുന്ന സമയത്ത് അവന്റെ ഹിപ്പാറ്റിയ ഫ്രണ്ടിനെ കണ്ടുമുട്ടെന്ന് പറഞ്ഞ് സന്തോഷത്തിരിക്കും. അങ്ങനെ നാളെ രാത്രി 7 മണിക്ക് ഇവിടെ അവർ കണ്ടുമുട്ടാന്നാ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കാര്യമൊക്കെ ഇവൾ അവളുടെ കൂട്ടുകാരോട് പറയുമ്പോഴാണ് അതേസമയം അവളും പ്രിൻസ്ലുവിന്റെ കുറച്ച് ഗിഫ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവൾക്ക് അത് വാങ്ങിക്കാൻ വേണ്ടി പൈസ വേണമെന്ന് പറയും. അങ്ങനെ അതിനുവേണ്ടി ഇവളുടെ ഉള്ള കുറച്ച് ബുക്സ് ഒക്കെ വിറ്റുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി ഒരുത്തനും ഇവളെ കടയിലേക്ക് വിളിച്ചേക്കും. അങ്ങനെ അതുകൊണ്ട് ചെയ്യാനും അവൾ കൂട്ടിനോർണം ചോദിക്കുമ്പോൾ ഇവൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ ഒറ്റയ്ക്കായി ബുക്ക് വിറ്റോളെന്ന് പറയും. അപ്പോഴാണ് ചെയ്യാനും എന്തായാലും പ്രശ്നമുണ്ടെന്ന് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞ് അവളുടെ ഫോൺ കൈ കൊടുത്തേക്കും. കാരണം ഇവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി കിടക്കുക. അങ്ങനെ അതുകൊണ്ട് ലൈബ്രറി പോകുന്നുണ്ട് എനിക്ക് ഫോണിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് സിയാനെ ഇവളുടെയും കൊടുത്തിട്ട് പോകും. അതിനേശം അന്ന് രാത്രി ഇവിടെ ഫ്രണ്ട്സ് ആയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യാൻഷങ് ആണ് ഇന്ന് ഹിപ്പാറ്റിയെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇരിക്കും. അപ്പോഴാണ് ഇതറിയാൻ വരുന്ന ടോങ്ങും ഈ ഹിപ്പാറ്റി ആരാന്ന് പറഞ്ഞ് അവന്മാരോടൊക്കെ ചോദിക്കുമ്പം അവന്മാരും പറഞ്ഞു കൊടുക്കും അത് അവൻ ലൈബ്രറി വെച്ച് സീക്രട്ട് ആയിട്ട് കണ്ടെത്തിയ ഒരു ഫ്രണ്ട് ആണെന്ന്. അങ്ങനെ അത് മിക്കവാറും ഒരു പെങ്കൊച്ചായിരിക്കും എന്ന് പറഞ്ഞ് ഇവന്മാരൊക്കെ ചുമ്മാ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പം അവൾക്കാണ് മൊത്തത്തിൽ അസൂയ കൂടിക്കൊണ്ടിരിക്കും. അതേസമയം അടുത്തിരുന്ന് ലിങ്കാണ് മിക്കവാറിലെ കണ്ണാടിയിട്ട സോഡ കുട്ടിയായിരിക്കും എന്ന് പറഞ്ഞ് നൈസിനെ ഇവന് മുങ്ങിക്കോളാൻ പറയുമ്പം ഞാൻ ബ്ലൈൻഡ് ഡേറ്റിനല്ല പോന്ന എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാന്ന് പറയും. അപ്പോഴാണ് ഇതെല്ലാം കേട്ടിട്ട് വാങ്ങും ഒരേശ് അവർ തമ്മിൽ സെറ്റാവെന്ന് പേടിച്ചു പോയി ഇവൻ ആ പെങ്കൊച്ചിനെ കാണുവാണ് പിന്നെ ഇവളും കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പറയും. എന്നാലേ ഇവൾക്ക് നൈസിന് ഇവരെ പിരിച്ചുവിടാൻ പറ്റത്തുള്ളൂ. അതിനേശം യുവാനും എങ്കിൽ പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നേരത്തെ ഇറങ്ങുമ്പം ഇവനും പുറത്ത് വെച്ച് സിയാങ്ങിന്റെ കൂട്ടുകാരെ കണ്ടുമുട്ടും. അതോടെ അവനും കുറച്ച് നാണിച്ചിരിക്കുമ്പോഴാണ് അവൾ അടുത്തേക്ക് വന്നിട്ട് ഞാനൊരു ഓൺലൈൻ ഫ്രണ്ടിനെ കാണാൻ പോവാന്ന് പറഞ്ഞ് അവൾ അവനോട് സംസാരിക്കും. അപ്പോഴാണ് അവനും ഓൺലൈൻ ഫ്രണ്ടോ എങ്കിൽ പിന്നെ ആ ലിങ്ക് പറഞ്ഞ പോലെ ഇവൾ ഓൺലൈനെ കണ്ടപ്പോൾ അതിനെ സെറ്റാക്കാൻ പോവാണോ. ഏതിന് അവനും മൊത്തത്തിൽ പേടിച്ചു പോയി ഞാനും കൂട്ടിനേരാന്ന് പറഞ്ഞ് ഇവളുടെ കൂടെ പോകും. പക്ഷെ അവള് പാവം ബുക്ക് വിൽക്കാൻ വേണ്ടി പോവുക. അതിനേശം അവൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവൾ കഴിക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും 2ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരും. അതുകൊണ്ട് അവൾ സന്തോഷത്തി എന്നെ കുറിച്ച് ഇപ്പൊ മൊത്തത്തിൽ മനസ്സിലാക്കിയെന്ന് പറഞ്ഞ് അവളും ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവൾ ഇവിടെ നിന്ന് കഴിക്കുന്ന സമയം യുവാനും ഇവളുടെ ഓൺലൈൻ ഫ്രണ്ട് ആരാന്ന് അറിഞ്ഞിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് കാണുന്ന അവളാണ് നീ
നീ ഇതിന് ഇത്ര ടെൻഷനായിട്ടിരിക്കുന്ന പറഞ്ഞ് ചോദിക്കുമ്പം അവന് ഓൺലൈൻ ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട് കുറച്ച് ടെൻഷനായിട്ടിരിക്കാന്ന് പറയും. അപ്പോഴാണ് അവളും ഞാനല്ലേ ഓൺലൈൻ ഫ്രണ്ടിനെ കാണാൻ വന്നതെന്ന് പറഞ്ഞ് ഇവനെ കൂളായിട്ടിരിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം ആ ചെറുക്കന് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി അവിടെ വരുമ്പോഴാണ് ഹിവാൻ അവനെ തന്നെ തുറച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിൽ തന്നെ അവന് മനസ്സിലായി ഇവൻ ആ പെങ്കൊച്ചിന് ഇഷ്ടമുള്ളതുകൊണ്ടാ ഇവനിങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നതെന്ന്. അതുകൊണ്ട് അവൻ അധികം ഒന്നും സംസാരിക്കാതെ ഇവളുടെ നിന്ന് അവൻ വാങ്ങിക്കാൻ വന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവൻ പൈസ പിന്നെ തന്നോളം പറയും. അപ്പോഴാണ് ഇത് കാണുന്ന യുവാനും അപ്പൊ നീ സാധനം വെക്കാനാണോ വന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളും പിന്നെന്തിനാ വന്നതെന്ന് പറഞ്ഞ് ചോദിക്കും. ഇത് കേട്ടപ്പോഴാണ് അവനെ സമാധാനാവുന്നത്. അതിനുശേഷം ഭയങ്കര സന്തോഷത്തി എങ്കിൽ പിന്നെ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവൾ അതേസമയം സിയാന്റെ ഫോണ് ആ ടേബിളിൽ മറന്നു വെച്ചിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ രാത്രി 7 മണി ആയതോടെ ഇവിടെ യാൻഷങ്ങും എങ്കിൽ പിന്നെ ഞാൻ പോയി എന്റെ ഫ്രണ്ടിനെ കാണാൻ പോകാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇതേ സമയം സിയാനും അവൾ ആ സമയം തന്നെ ലൈബ്രറിയിലേക്ക് വരും. അങ്ങനെ അവളും ഭയങ്കര എക്സൈറ്റ്മെന്റോടെ അവളുടെ ആ ഫ്രണ്ട് വന്നാലെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ രണ്ടുപേരും അടുത്തടുത്ത ഉള്ള പക്ഷെ ഇവർ തമ്മിൽ ഇവരാന്നുള്ള സത്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. कहाँ चलती प्यार की